ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഓണം വ്ളോഗാണ്. വിൻ്ററിൻ്റെ ആദ്യത്തെ ഓണമാണ്. വാഗമണ്ണിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. വാഗമണ്ണിന്ന് ഇറങ്ങി വീട് എത്തണ വരെ പപ്പയുടെ മടിയിൽ കിടന്ന് എണീറ്റോ? എണീറ്റ് കളി തുടങ്ങി. കറിയല്ല കറിയല്ല പപ്പ കറിയല്ല കേട്ടാ, പപ്പ കറിയൊന്നുമില്ല. എന്താ ഇതോണോ? അടുത്ത വ്ലോഗാ. ഇത് നല്ല ഉടുപ്പല്ലേ? അത് ഇവരുടെ മെജോയുടെയും മെൽവിയുടെ ഓണക്കോടി. മെജോ പപ്പടം അതെ, മോഡേൺ എറ ഹസ്ബൻഡ് ആണ്. അതെ 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 അതെ, ഹസ്ബൻഡ് എന്നല്ല, മോഡേൺ എറ ഒരു മീൽ. അതെ, അടുക്കള is not just for girls അല്ലേ? അതെ, ഓഫ് കോഴ്സ്. എന്നും ഇങ്ങനെ വേണം അല്ലേ വല്ലേ? ഞങ്ങള് അടുത്ത ആഴ്ച വിളിച്ച് ചോദിക്കണ്ടേ. ഓണത്തിനെ കുറിച്ച് 2 വാക്ക് പറയണേ ചേട്ടായി. ഒന്ന് പറയണേ, അങ്ങനെ പറയുന്നത് പ്ലീസ്. കം ഓൺ. അമ്മപ്പോള് പറ. ഓണത്തെ പറ്റി 2 വാക്ക്. ഹാപ്പി ഓണം. അത് 2 വാക്കി കൂടുതലായി, എന്നാലും അതായിരുന്നു എനിക്ക് വേണ്ടത്. മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഓണം ഹാപ്പി, ഹാപ്പി ആയിട്ട് ഓണം. ഓക്കെ, അത് തിരിച്ചു പറഞ്ഞു. വെരി ഗുഡ്. എന്ന് പറയുമ്പോ കുട്ടിക്കാലത്ത് ഊഞ്ഞാലാടി കളിച്ച ഓർമ്മകളാണ്. പപ്പയ്ക്ക് മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങൾ ഓണത്തെ ഒത്തിരി ലേറ്റ് ആയി ഭക്ഷണം കഴിക്കാൻ, അതുകൊണ്ട് ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് ക്യാമറയിലൊന്നും നോക്കാൻ നേരമില്ല. ഭക്ഷണമാണ്. അതെ അതെ, അവള് നോക്കുമ്പോ നീ നോക്കില്ല. തിളങ്ങാണല്ലോ. ഒരോണം കൂടിയില്ലേ? ഒരോണം കൂടിയില്ലേ? താരം മനസ്സിലായ മനസ്സിലായോ അവരെ? ഹാപ്പി ഓണം പറഞ്ഞേ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് സ്പെഷ്യൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്. ശ്രുതിയുടെ ഇതിലാ, ഫോണിലാ. ശ്രുതിയുടെ ഫോണാ.
വാ എൽബിനെ വേണം ഇരിക്കാം. ഒലിവിയ ഓണത്തെ പറ്റി 2 വാക്ക് പറയൂ. ഓണം കേരളത്തിന്റെ മഹാബലി വരും. മമ്മിയുടെ എക്സ്പീരിയൻസ് പറയൂ. തുമ്പി വരും. ഞാനെന്താ പറയാ, ഓണസദ്യ നല്ല സൂപ്പറായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം വൃത്തിയായിട്ട് കഴിച്ചു. അതായത് ഒരു കരിയാപ്പന, ഒരു മുരിങ്ങക്കോലിന്റെ തോല് മാത്രം ഓണത്തിനെ കുറിച്ച് ഓണസദ്യയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തുളസിയേച്ചിക്ക് ഓണം എന്ന് പറഞ്ഞാൽ സദ്യയാണ് മെയിൻ. ഓണസദ്യ സെറ്റ് ചെയ്ത് മെൽവിയുണ്ടോ? മെൽവിയുടെ മെൽവിയുടെ എക്സ്പീരിയൻസ് പറയൂ. നിങ്ങൾ നോക്കിയാ ഇപ്പൊ പാലയിലെ ഏറ്റവും കൂടുതൽ കണക്ഷൻ മെൽവിക്ക. കമ്മീഷൻ മമ്മി ഓണത്തെ പറ്റി 2 വാക്ക് പറയൂ. ഓണത്തെ പറ്റി എന്നാ പറയണ്ടേ, ഞാൻ പ്രിപ്പയർ ഭക്ഷണം കഴിക്കുന്നത് കളറ് കണ്ടപ്പോ ഇതായി. ഓക്കെ, ഓണത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? ഫണ്ടാസ്റ്റിക്, ഫാബുലസ്. ബേബി ബേബി ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിരുന്നു. സ്പെഷ്യൽ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. കൂട്ടിയെടുത്താ കൊള്ളാം. ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓണം വീട്ടിലല്ലാതെ വെളിയിൽ ആഘോഷിക്കണത്. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ആൻഡ് ദാറ്റ് ടു വിന്റേഴ്സ് ഫസ്റ്റ് ഓണം. And you know, she's such a sweet ബേബി ബേബി ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. അതുപോലെ മിടുക്കിയായിരുന്നു. മിടുക്കിക്ക് ഒരു ശല്യം ഉണ്ടാക്കിയില്ല. ഓക്കെ, ഹവാസ് മമ്മിയുടെ 2ാമത്തെ ഓണമാണ് ഇന്ന് തന്നെ ആഘോഷിച്ചത് ഇവിടെ. ആ 2 മമ്മിമാരും ഇവിടുന്ന് ആഘോഷിച്ചത്. ബേബി കുട്ടി എൻജോയ് ചെയ്താ? നല്ല ഭക്ഷണം, ആ നല്ല കറികളൊക്കെ ആയിരുന്നു. ആ ട്വിൻസ് ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ആ ആ ഫുഡിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഫുഡിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയായിരുന്നു മെജോ ഓണം? നമ്മളുള്ളതുകൊണ്ട് ഓണമൊക്കെ കുഴപ്പമില്ലാണ്ട് പോയി. അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മമ്മിയുടെ ഓണം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാ. പപ്പയുടെ സൂപ്പർ. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ബേബിയുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ബേബിയുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ബേബിയുടെ ഓക്കെ, എല്ലാവരുടെയും ഓണം എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞോളൂ. ആ ബേബി എൻജോയ് ചെയ്തെന്നാണ് പറയുന്നത്. അതെ.
അങ്ങനെ ഓണം സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത വർഷം എല്ലാരും പിരിഞ്ഞു പോയി. ഇനി അടുത്ത വർഷം സൈൻ ഓഫ് ചെയ്യാം. സൈൻ ഓഫ് ചെയ്യാം. So this is me signing off from Srudi's another vlog. ഓക്കെ ബൈ. ആ